ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നല്ല തീരെ സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ചമ്മന്തിയും കഞ്ഞിയൊക്കെ ആക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ തീരെ വയ്യായിരുന്നു, എണീക്കാൻ തന്നെ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കുന്ന ഉള്ളിയും മുളകൊക്കെ ഇങ്ങനെ വറുത്തെടുത്തിട്ട് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുകയാണ്. മുളക് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് 3 മുളക് മാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മിക്സിയിലിട്ട് പിന്നെ അങ്ങനെ ചമ്മന്തിയാക്കിയതിന് ശേഷം പുളിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിൽ വെളിച്ചെണ്ണയിലാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ബാക്കി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അത് ആ ചമ്മന്തിയിലൊന്ന് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഞ്ഞിയും ചമ്മന്തിയും കൂടി കുടിക്കാൻ കേട്ടോ. പനി അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വരണം കഞ്ഞിയൊക്കെ കുടിക്കണമെങ്കിലല്ലേ. ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ. നല്ല അങ്ങനെ കഞ്ഞി കുടിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ കഞ്ഞി കുടിക്കാറില്ല. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കഞ്ഞി കുടിക്കും. ഇത് ഭയങ്കര അസുഖം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. നല്ല വയറുവേദന കേട്ടോ. ഒരു ദിവസം രാത്രി ഫുള്ളായിട്ട് വയറുവേദന. ഒരു ബീബിൻ്റെ ഒരു 6 മണി ടൈം അപ്പോൾ തുടങ്ങിയിരിക്കണം വയറുവേദന. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ വയ്യായിരുന്നു. അത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയാലാണെങ്കിൽ അവിടെ ചെന്നാൽ ഒരു വേദനയ്ക്ക് പെട്ടെന്ന് ഇഞ്ചക്ഷൻ ആകും വെക്കുക. പിന്നെ അത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം അനിയത്തിക്ക് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞ് കരിഞ്ജീരകം വറുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് അങ്ങനെ അത് ചൂടാറിയിട്ടൊന്ന് ചെറിയ ചൂടോട് കൂടി ഒന്ന് കുടിച്ചാൽ മതി, അപ്പോൾ ചിലപ്പോൾ ഭേദമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ ഇവിടെ കരിഞ്ജീരകം ഇല്ല, അപ്പോൾ അനിയത്തി തന്നെ മോളെടുത്ത് കൊടുത്തയച്ച്. അപ്പോൾ ഞാൻ അതൊന്ന് വറുത്ത് അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിച്ചതിന് ശേഷം ആ നല്ല കടുപ്പുള്ളൊരു വേദനയായിരുന്നു. ആ വേദന ഒന്ന് അങ്ങോട്ട് മാറിക്കിട്ടി. പിന്നെ വേദന ഉണ്ട് കേട്ടോ, എന്നാലും സഹിക്കാൻ പറ്റാത്ത വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. അവന് അങ്ങനെ കിടന്നുറങ്ങി. വയറൊക്കെ ഇങ്ങനെ വയറിൻ്റെ ഒക്കെ ഭാഗമൊക്കെ നല്ല വേദന, പച്ച മുറി പോലുള്ളൊരു വേദനയായിരുന്നു. പിന്നെ രാത്രിയിൽ നല്ല പനി ഉണ്ടായി, പനിച്ചിട്ട് വിറക്കായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഒരു പേടിയുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ നേരത്തെ തന്നെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ അതും വിചാരിച്ച്. എന്തായാലും വേണ്ടില്ല, രാവിലെ ആവട്ടെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ച്. പക്ഷേ രാവിലെ എനിക്ക് എണീക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ, കിടക്കുന്നതായിരുന്നു വേദന കൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഉമ്മാക്കും ചായ കൊടുത്ത് ഞാനും കുടിച്ച്. അതിന് ശേഷം വേഗം കഞ്ഞി വെച്ച് ഒന്ന് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു 3 മണിക്കാണ് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയത്. ഇപ്പോൾ ഇത് നമ്മളെ ഉള്ളിയും മുളകൊക്കെ ഇങ്ങനെ നല്ല ഒന്ന് ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നമ്മളൊന്നത് അടിച്ചെടുത്തത്. അപ്പോൾ ഞാനിതിവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കുരു പുളി ഇട്ടിരുന്നു കേട്ടോ. പുളിയും ഉപ്പും ഇട്ടിട്ട് അങ്ങനെ ഒന്ന് അടിച്ചെടുത്ത്. നമ്മൾ ഹസീന ഉബൈദ് എന്ന ഈ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം. ചമ്മന്തി ഇവിടെ റെഡിയായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ട് പിന്നെ ഞാൻ മാങ്ങാച്ചാറും കൂട്ടിയിട്ട് കഞ്ഞി കുടിച്ചിട്ടാണ്. കഞ്ഞി ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. എല്ലാവരും നല്ല വെള്ളം കുടിക്കണം കേട്ടോ, നല്ല ചൂടല്ലേ. അപ്പോൾ വെള്ളം കുടിക്കൽ കുറച്ച് കുറവായത്. ഞാൻ നല്ല വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ എന്താണെന്നറിയില്ല വെള്ളം കുടിക്കാൻ മറന്നതൊന്നുമില്ല, ഞാൻ കുടിക്കുന്നു. പക്ഷേ ഈ 2 കല്യാണത്തിനൊക്കെ പോക്കും അങ്ങനെയൊക്കെ നമ്മൾക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ധൃതിയിൽ വേഗം പണി കഴിയാനും അങ്ങനെയൊക്കെയല്ലേ നോക്കുക. വേഗം നമുക്ക് ശരിക്കും നമ്മൾ ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും നോക്കില്ലല്ലോ. പെട്ടെന്ന് വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് വേഗം പോകാനുള്ള ഒരു ടൈമായി നമ്മൾ പോകാനാണല്ലോ നോക്കുക. അപ്പോൾ അങ്ങനെ വെള്ളം കുടിക്കാൻ ഒന്ന് വൈകിയോ എന്നുള്ളത് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് ഇപ്പോൾ പോവാണ്. ഞാനും നിതമോളും കൂടിയാണ് പോണത്. അപ്പോൾ കഞ്ഞീൻ്റെ പറഞ്ഞില്ല, കഞ്ഞി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഞ്ഞി ചമ്മന്തിയും മാങ്ങാച്ചാറും കൂടി കഴിക്കാൻ കുറേ കാലത്തിന് ശേഷമാണ് കഞ്ഞി കുടിച്ചത്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട് കേട്ടോ എൻ്റെ മുഖത്ത്. നല്ല വേദന സഹിച്ചിരുന്നു. പിന്നെ ആണെങ്കിൽ നല്ല പനിയും ഉണ്ടായിരുന്നു. രാത്രി നല്ല പനിച്ചിട്ട് ഇങ്ങനെ വിറയായിരുന്നു.
ബസ് കയറാൻ വരികയാണ്. നമ്മളെ റോട്ടിൽ എത്തി. അപ്പോൾ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ പാടമൊക്കെ. അപ്പോൾ അവിടെയൊക്കെ വെള്ളം അടിക്കുന്നുണ്ട് കേട്ടോ. കനാലിൽ ഇങ്ങനെ വെള്ളം വന്നിട്ട്, കനാലിലൂടെ വെള്ളം വന്നിട്ട് പാടത്തൊക്കെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളിവിടെ ബസ് കയറാൻ വന്ന് നിൽക്കുകയാണ് ഇവിടെ. ഇപ്പോൾ അങ്ങനെ വന്ന് ഇതാ ബസ് വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. എന്താണ് ഹോസ്പിറ്റൽ, ആലിങ്ങൽ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെ കാണിച്ചാൽ പെട്ടെന്ന് അസുഖം ഭേദമാവട്ടെ. ഞാൻ മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടർമാർ ഉണ്ടാവാറുണ്ട് തോന്നുന്നു. ഞാനും അന്ന് ഫസ്റ്റ് ദിവസം ഇതുപോലെ വന്ന് കാണിച്ചപ്പോൾ ഒരു ലേഡി ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ ഞാൻ വന്ന് കാണിച്ചപ്പോൾ ഒരു ലേഡി ഡോക്ടർ തന്നെ അവിടെ ഉണ്ടായിരുന്നു. നല്ല സ്വഭാവമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് അസുഖം എല്ലതും നമ്മളിങ്ങനെ പറയണ മുന്നേ നമ്മൾ ഇങ്ങനെ വയറുവേദന എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് നമ്മൾക്ക് ഉണ്ടാവുന്ന ഓരോന്ന് തലവേദന ഉണ്ടാകും, പിന്നെ പനി ഉണ്ടായിരുന്ന വിറയുന്ന പനിയാണോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ എനിക്കുണ്ടായിരുന്നു. തലവേദന, നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിൽ അവിടെ നല്ല ആൾ കുറവുണ്ട്. രാവിലെയാണ് നല്ല തിരക്കുണ്ടാവുക. അപ്പോൾ നമ്മൾ 3 മണിൻ്റെ ശേഷം വന്നതുകൊണ്ടാണ് അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമ്മൾക്ക് കാണിച്ച് പോരാൻ പറ്റി. പിന്നെ മരുന്നൊക്കെ തന്ന് 2 തരം ഗുളികയാണ് തന്നത്. ഗുളിക തന്നിട്ട് കുറവില്ലെങ്കിൽ ഒന്നുകൂടി വന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നത് നല്ല വെള്ളം കുടിക്കണം. ഇപ്പോൾ നല്ല ചൂടാണല്ലോ, അപ്പോൾ നല്ല വെള്ളം കുടിക്കുക, യൂറിൻ ഇൻഫെക്ഷനാണ്. അപ്പോൾ കുറവില്ലെങ്കിൽ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടൊന്ന് വന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരുന്ന് കുടിച്ചപ്പോൾ തന്നെ ഭേദമായി. തലവേദനക്കും പനിക്കും എല്ലാത്തിനും കൂടി ഒരു ഗുളികയാണ് തന്നത്. അപ്പോൾ അതന്നെ കുടിച്ചാൽ മതി. അപ്പോൾ കുടിച്ചാൽ തലവേദനക്ക് മാറും. പിന്നെ എനിക്ക് തലവേദന വന്നപ്പോൾ കണ്ണൊക്കെ ഒരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ മൈഗ്രെയിൻ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ മുന്നേ ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മാറിയതാണ്. ഡോക്ടർ പറഞ്ഞ് മൈഗ്രെയിൻ വെളിച്ചം നമ്മളെ കണ്ണിലേക്ക് തട്ടുമ്പോൾ ഒരു വേദന അങ്ങനെയൊക്കെ ഉണ്ടായി. അതുപോലെ സംസാരം കൂടുതൽ കേൾക്കാൻ പറ്റായികൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഡോക്ടർ പറഞ്ഞ് ഒക്കെ മൈഗ്രെയിൻ്റെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സുകളോട് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും നല്ല പോലെ വെള്ളം കുടിക്കണം കേട്ടോ. നല്ല വെള്ളം കുടിക്കുക. പിന്നെ നല്ല വെയിലൊന്നും കൊണ്ട് കൂടുതൽ നടക്കാതെ ഇരിക്കുക. നന്നായി റെസ്റ്റ് എടുക്കുക. കൂടുതൽ തണലത്തൊക്കെ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ നല്ല മരങ്ങളുണ്ട് കേട്ടോ. അവിടെ നല്ല തണലുണ്ടായിരുന്നു. നമുക്ക് നിൽക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ല കാറ്റും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെയാണ് നമ്മൾക്ക് പ്രോത്സാഹനം. ഇനിയും തുടർന്ന് വേണം.